സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സിന്റെ സമരം തുടരുന്നതിനിടെ കുടിശ്ശിക പൂർണ്ണമായും അനുവദിച്ച് സർക്കാർ. സമരം വിജയമെന്നും ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും ആശാ വർക്കേഴ്സ് വ്യക്തമാക്കി. സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷമുണ്ടായി. യൂത്ത് കോൺഗ്രസ് സമരത്തെ ആശാ വർക്കേഴ്സ് തള്ളി. സമരം 18ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് ജനുവരി മാസത്തെ കുടിശ്ശിക കൂടി സർക്കാർ അനുവദിച്ചത്. നാഷണൽ ഹെൽത്ത് മിഷനാണ് ഓണറേറിയം കുടിശ്ശികയും ഇൻസെന്റീവും അനുവദിച്ചത്. ഇതോടെ 3 മാസത്തെ കുടിശ്ശിക പൂർണ്ണമായി നൽകി. ഓണറേറിയം ലഭിച്ചതിൽ സന്തോഷമെന്നും സമരം നിർത്തണമെങ്കിൽ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കണമെന്നും സമരക്കാർ. അയ്യോ, സമരം ഒരിക്കലും അവസാനിപ്പിക്കുന്നില്ല. കുടിശ്ശികയ്ക്ക് വേണ്ടി മാത്രമല്ലല്ലോ ഞങ്ങൾ സമരം ചെയ്തത്. ഞങ്ങൾക്ക് സമരം ചെയ്തതിന് പ്രധാനമായ ഘടകം എന്ന് പറയുന്നത് പിരിച്ചുവിടൽ ആനുകൂല്യം ഞങ്ങൾക്ക് തരുക. മറ്റൊന്നുള്ളത് പെൻഷനാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുക, അത് 21,000 രൂപ ആക്കുക. സമരത്തിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ്. അതായത് കേന്ദ്രം നൽകേണ്ട ഇൻസെന്റീവ്സിന്റെ 60% ഉണ്ടല്ലോ, അത് ഏതാണ്ട് 100 കോടി രൂപ ആശമാരുടെ ഇൻസെന്റീവ്സിന് നൽകേണ്ടതായിട്ടുണ്ട് കേന്ദ്രം. 2023-20 കഴിഞ്ഞ സാമ്പത്തിക വർഷം 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല. ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യമർപ്പിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരം സംഘർഷത്തിൽ കലാശിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ സമരരീതിയെ ആശാ വർക്കേഴ്സ് തള്ളി. സമരത്തിന്റെ പേരിൽ ആരെങ്കിലും അതിനെ സമരത്തെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായി അക്രമം നടത്തിയ ഞങ്ങൾക്ക് അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഇല്ല. ഞങ്ങൾ അക്കൗണ്ടബിൾ അല്ല ആ വിഷയത്തിൽ. അല്ല, അക്രമത്തോടെ ഞങ്ങൾ യോജിക്കുന്നില്ല. കാരണം ഞങ്ങൾ 18 ദിവസം ഞങ്ങൾ ഇവിടെ ഇരുന്നത് അക്രമം നടത്താനായിരുന്നേ വളരെ വൈകാരികമായ തലത്തിലാണ് ഞങ്ങളിത്. പക്ഷെ ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ അക്രമം നടത്തില്ല, ഒരു തരത്തിലുമുള്ള നിയമലംഘനം നടത്തില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിനെ CITU പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി ഉയർന്നു. ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്ന ധിക്കാരത്തിൽ നിന്ന് ഓരോന്നോരോന്നായി സർക്കാരിന് അംഗീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതിൽ സന്തോഷം. ഈ അവകാശ പോരാട്ടത്തിനൊടുവിൽ സർക്കാരിന് കീഴടങ്ങേണ്ടി വരും. സലിം മാലിക്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.